ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നടുവൊടുക്കും. അതായത് വല്ലപ്പോഴും മാസത്തിലോ 2 മാസം കൂടുമ്പോഴേ ഉണ്ടാവുള്ളൂ. ശക്തമായ വേദനയായിട്ട് വരും. നടുവേദന അനങ്ങാൻ പറ്റാതെ 1, 2 ദിവസം പെയിൻ കില്ലറും കാര്യങ്ങളും ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ട ആവശ്യം വരിക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം പലപ്പോഴും നമ്മൾ ഡിസ്കിൻ്റെ തേയ്മാനം കാരണം, അതായത് ഡിസ്കിൻ്റെ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഡിസ്കിൻ്റെ ഉള്ളിൽ വിള്ളൽ വരും. അതായത് നമ്മൾ ആനുലാർ ടയർ എന്ന് പറയുന്നത്, ഡിസ്കിൻ്റെ ചുറ്റും ഒരു റിങ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആനുലസ് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊരു വിള്ളൽ വരിക, അതിനാണ് ഈ ആനുലാർ ടയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നോർമലി അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. നോർമലി നമ്മൾ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടാവും. പക്ഷേ എപ്പോഴെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഡിസ്കിൻ്റെ പ്രഷർ കൂടുന്ന രീതിയിൽ ഒന്നുകിൽ വെയിറ്റ് എടുത്ത് പൊക്കുക, അല്ലെങ്കിൽ കുനിഞ്ഞിട്ട് ബക്കറിൽ വെള്ളം എടുത്ത് ഒഴിക്കുക, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുനിഞ്ഞിട്ടുള്ള ജോലികൾ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ബാക്ക് പെയിൻ കൂടും, നീർക്കെട്ട് വരും, അപ്പോൾ തീരെ അനങ്ങാൻ പറ്റാതെ സ്പാസം വരും. അപ്പോൾ ആ രീതിയിൽ വരും. ഈ ആനുലാർ ടയറിൽ ഉള്ള ആൾക്കാർക്ക് ഡിസ്കിനുള്ള പ്രഷർ കൂടുമ്പോൾ അതുവഴി ഉള്ളിലുള്ള ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ല് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഡിസ്കിൻ്റെ ഉള്ളിലുള്ളത്, അത് പുറത്തേക്ക് ലീക്കാവും. അപ്പോൾ ഈ ഒരു ക്രാക്ക് വഴി പുറത്തേക്ക് ലീക്കാകുന്ന സമയത്ത് അവിടെ നീർക്കെട്ട് വരികയും ആ നെർവിൻ്റെ കംപ്രഷൻ വരും. അതിൻ്റെ ഭാഗമായിട്ട് മസിൽസ് ശ്വാസത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ചിലപ്പോൾ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്കിട്ട് ഉളുക്കിയ പോലെ, അനങ്ങാൻ പറ്റാതെ സ്റ്റക്കായ പോലെയുള്ള പെയിന് നടുവിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അത് നോർമൽ ലെവലിൽ അല്ലാതെ ഒരു ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഡിസ്കിൻ്റെ പ്രഷർ കൂടുന്ന സംഭവങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നീർക്കെട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റക്കാകുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ശരിക്ക് നമ്മൾ ആ വേദന നിന്ന് കഴിഞ്ഞാൽ, വേദന ഇല്ലാത്ത സമയത്താണ് ബാക്കിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസും റീഹാബിലിറ്റേഷനും എല്ലാം റെഗുലറായിട്ട് ചെയ്യുകയും ഈ ഡിസ്കിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ന്യൂട്രീഷൻ കാര്യങ്ങളും സ്മോക്കിങ് കാര്യങ്ങളും നിർത്തുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അടുത്ത എപ്പിസോഡ് വരുന്നത് നമുക്ക് തടയാൻ കഴിയും.